നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ പരിപാടി ഈ വാഴ കമുകൊക്കെ വെച്ചിരിക്കുന്ന ഈ തോട്ടത്തിൽ ഇറിഗേഷൻ സിസ്റ്റം ചെയ്തിട്ടുണ്ട്. ഈ സിസ്റ്റത്തിൽ നമ്മൾ ഒരു മോട്ടർ വെച്ചിട്ടുണ്ട്. ആ മോട്ടറിനെ നമ്മൾ വാൽവുകൾ, അതായത് ഓട്ടോമാറ്റിക് വാൽവുകൾ വെച്ച് ഒരു ഇറിഗേഷൻ കൺട്രോളിങ് സിസ്റ്റം വെച്ച് നമ്മൾ ഓട്ടോമേഷൻ ചെയ്യുന്ന പരിപാടിയാണ്. ഓക്കെ, ഇതാണ് അതിൻ്റെ കൺട്രോളിങ് യൂണിറ്റ് വരുന്നത്. ഇത് റെയിൻബേർഡ് എന്ന് പറയുന്ന കമ്പനിയുടെ ESP TM2 എന്ന് പറയുന്നൊരു മോഡലാണ്. ഓക്കെ, ഇതിൽ കുറച്ച് സാധനങ്ങളുണ്ട്. ഇതിലൊരു വോൾട്ടേജ് മോണിറ്ററിംഗ് റിലേ ഉണ്ട്, ഒരു സ്റ്റാർട്ടിംഗ് കപ്പാസിറ്ററിനെ മോണിറ്റർ ചെയ്യാനുള്ളൊരു ഓഫ് ടൈമർ ഉണ്ട്, പിന്നെ ഒരു സാധനം, ഒരു ഡ്രൈവറിംഗ് യൂണിറ്റ് കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. അതിപ്പോൾ നമ്മളിവിടെ അഴിച്ചു വെച്ചിട്ടുണ്ട്. ഈ യൂണിറ്റിന് മാറ്റി വെക്കണം. അതിലൊരു ടൈമറോട് വേണം, അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇതാണ് സ്റ്റാർട്ടർ, നിലവിലുള്ള സ്റ്റാർട്ടർ. ഈ സ്റ്റാർട്ടറിലേക്ക് വേണം കണക്ഷനുകളൊക്കെ ചെയ്യാൻ വേണ്ടി. ഇപ്പം നിലവിൽ നമ്മളിവിടെ ഒരു അൽക്കുലത്തുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ഒന്ന് പ്രോപ്പറാക്കി അടിപൊളിയാക്കാനുള്ളതാണ്. അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. ഓക്കെ, ഇത് മോട്ടോർ പെരയാണ്. അപ്പോൾ നമ്മൾ ഈ സിസ്റ്റത്തിനെ നിലവിൽ 4 വാൽവാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. 4 വാൽവിൽ നമ്മൾ ഇവിടെ 2 വാൽവ് വെച്ചിട്ടുണ്ട്. ഹണ്ടറിൻ്റെ വാൽവുകളാണ് സുഹൃത്തുക്കൾ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഹണ്ടറിൻ്റെ 1 ഇഞ്ചിൻ്റെ സൈസുള്ള വാൽവുകളാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് അതിൻ്റെ ഇൻ ഔട്ടും പ്രഷർ, ഇതതിൻ്റെ ഫിൽറ്റർ യൂണിറ്റാണ്, ഇതതിൻ്റെ വെഞ്ചറി. ഓക്കെ, 1.5 ഇഞ്ച് പൈപ്പാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് മോട്ടറിൽ നിന്ന് വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട്. തൊട്ടപ്പുറം ഒരു പുഴയുണ്ട്, പുഴയിൽ നിന്നാണ് അടിച്ചെടുക്കുന്നത് വെള്ളം നമ്മൾ. അതിവിശാലമായൊരു തോട്ടമാണ്. അപ്പോൾ ഓക്കെ.